ഗ്രാൻഡ് ഹയത്ത് ഹോട്ടൽ. ഇത്തവണ തായ്ലാൻഡ് പോയ സമയത്ത് ഒരു 4 ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ ഹോട്ടലിലാണ്. ഒരു അമേസിങ് ഹോട്ടൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 5 സ്റ്റാർ പ്ലസ് ലെവലിലുള്ള ഹോട്ടലാണ്. ഇതിൻ്റെ റിസപ്ഷൻ ആയിക്കോട്ടെ, എൻട്രൻസ് ആയിക്കോട്ടെ, ലിഫ്റ്റ് ആയിക്കോട്ടെ, വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം. അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ്. സോ നമുക്ക് റൂംസ് കാണാം, അതേപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം കേട്ടോ. ഫോർട്ടീൻത്ത് ഫ്ലോറിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. എക്സ്പെഷ്യലി ഹോട്ടലിരിക്കുന്ന ലൊക്കേഷൻ അമേസിങ് ലൊക്കേഷനാണ്. അതേപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കാണുന്ന വ്യൂ ആണെങ്കിലും അമേസിങ്, മെയിൻ റോഡ് വ്യൂ ആയിട്ട് അതും പൂൾ വ്യൂ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ബെഡ്റൂംസ് ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നോക്കുകയാണെങ്കിൽ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫെ വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹയത്ത് ഹോട്ടലിൻ്റെ പല ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയ്ക്ക് വെറൈറ്റിയാണ്. അതും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ഡിഷസ് ഉണ്ട്. അതും നോൺ വെജിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതേപോലെ തന്നെ ഫിഷിൽ തന്നെ പല ടൈപ്സ് ഓഫ് ഫിഷ്. സോ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്കും എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് ലൈവായിട്ടുള്ള ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡുകൾ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഹയാത്ത് ഹോട്ടലിൽ എനിക്ക് തോന്നുന്നത്, ഒത്തിരി ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹയാത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പെഷ്യലി വേറെ ലെവലാണ്. അടുത്ത ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വ്യൂയോടുകൂടി, അതും ഒരു നല്ല ഗ്രീൻ ടച്ച് ഇവിടെ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആളുകൾക്ക് പൂളിൽ ഇറങ്ങിയിട്ട് അതിനുശേഷം റെസ്റ്റ് ചെയ്യാനുള്ള സ്പേഷ്യസ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള ചെറിയ പൂൾ സെക്ഷൻസ്. സോ ഞങ്ങളുടെ റൂമിൽ നിന്ന് കറക്റ്റ് പൂൾ വ്യൂ ഉണ്ട്. പക്ഷേ ഈ ഒരു പൂളിൻ്റെ അട്രാക്ഷൻ വേറെ ലെവൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല എൻജോയ് ചെയ്തിട്ട് ഒരു 4 ദിവസം സ്റ്റേ ചെയ്യാൻ ഈ സ്വിമ്മിംഗ് പൂളും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇതൊക്കെ കൂടാതെ ലൈബ്രറി സെഷൻ, അതുപോലെ തന്നെ വീഡിയോ ഗെയിം സെക്ഷൻ, അതുപോലെ തന്നെ ഫിറ്റ്നസ് പീപ്പിൾസിന് വേണ്ടി ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള അമേസിങ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററും, അതുകൂടാതെ തന്നെ സോന ബാത്ത്, ജാക്കുസി, അതുപോലെ സ്പാ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല അമ്യൂണിറ്റീസ് എല്ലാം ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. എനിവേ അമേസിങ് ആയിട്ടുള്ള ഒരു 4 days എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ ഏകദേശം 4 days സ്റ്റേ ചെയ്തതിന് ഏകദേശം ഇവിടുത്തെ തായ്ലൻഡ് മണി വന്നിരിക്കുന്നത് 28,000 ബാത്താണ്. ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് വെക്കുമ്പോൾ ഏകദേശം 70,474 രൂപ. സോ അമേസിങ് എക്സ്പീരിയൻസ്.